നീ എനിക്ക് പഠിക്കാനാണോ കൊണ്ടുവന്നത്? ഞാൻ ഇത് രണ്ട് തലങ്ങണിയും കൂടി കേട്ടിട്ട് ഇരുന്നാലേ എനിക്ക് ഫ്രണ്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ സ്റ്റീരിയോ ഒന്ന് അൺബോക്സ് ചെയ്യാമേ. ഇങ്ങനെ അൺബോക്സ് ചെയ്ത് സെറ്റ് കാണിച്ച്. അപ്പൊ സ്റ്റീരിയോയുടെ കൂടെ ഞാൻ റിവേഴ്സ് ക്യാമറ കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. പെർഫെക്റ്റ് ഫിറ്റ് കേട്ടോ. നോക്കി എല്ലാം ഇഞ്ചോട് ഇഞ്ച്. അപ്പം റിവേഴ്സ് ക്യാമറ അപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ നമ്മളൊരു കാറിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബൈക്സും കാര്യങ്ങളൊക്കെ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. NS മാത്രമേ സെയിലാക്കിയുള്ളൂ കേട്ടോ. അപ്പം NS സെയിലാക്കി കുറച്ച് എമൗണ്ട് കിട്ടി. ബാക്കി പൈസകൾ കുറച്ച് അറേഞ്ച് ചെയ്ത ഒരു കാർ, അപ്പം സ്വന്തമായിട്ടൊരു കാറ് അപ്പം സെറ്റ് ആക്കിയിട്ടുണ്ട്. കാർ അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ അത്യാവശ്യമൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് പേഴ്സണൽ യൂസിന് നമുക്ക് ഇഷ്ടത്തോടെ കൂടി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പണിയാനും നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു കാറ് കൈ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പം അങ്ങനെ ഒരു കാറാണ് ഞാനിപ്പോൾ സ്വന്തമാക്കിയത്. ഇതിൻ്റെ അകത്ത് ഇനി ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ബൈക്കിൽ മോഡിഫിക്കേഷൻ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്ത് എടുപ്പിടിക്കുമ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിൻ്റെ സ്റ്റീരിയോ ജസ്റ്റ് ഒന്ന് എനിക്ക് ചേഞ്ച് ചെയ്യണം. കമ്പനി വരുന്നതിൻ്റെ അകത്ത് വോയിസ് കേബിളോ പെൻഡ്രൈവോ ബ്ലൂടൂത്ത് ഫെസിലിറ്റിയോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അത് മാറ്റി ആൻഡ്രോയിഡ് കാർപ്ലേ എങ്ങാനും ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഇതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഗായത്രി അമ്മയൊക്കെ കാണിച്ചൊരു ചെറിയ റിയാക്ഷൻ വീഡിയോ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട് അപ്പോൾ അമ്മയും ചേട്ടനും ഗായത്രിയൊക്കെ ഇപ്പോൾ വരും നമ്മുടെ വണ്ടി കാണാനായിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. സന്തോഷം നമ്മളെ വണ്ടി ഗായത്രി ഇനി പിന്നെ ഉണ്ട്. എടുത്തരാ മണിയിട്ട് മണി കിടന്നു. വണ്ടി കാണിച്ചടാ. നമ്മളെ വണ്ടി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. വണ്ടി പവർക്ക് എങ്ങനെയുണ്ട്? സെറ്റ്. നീ എനിക്ക് പഠിക്കാനാണോ കൊണ്ടുവന്നത്? ഞാൻ ഇത് രണ്ട് തലങ്ങണിയും കൂടി കേട്ടിട്ട് ഇരുന്നാലേ എനിക്ക് ഫ്രണ്ട് കാണാൻ പറ്റുള്ളൂ. എനിക്ക് പഠിക്കാനാണ് ഞാൻ വേഗം പറയുന്നത്. എനിക്ക് കാണണമെങ്കിൽ രണ്ട് തലങ്ങണിയും കൂടി ഇട്ടിരിക്കണം. ഞാൻ എനിക്ക് റോഡ് ഫുള്ള് കാണാൻ പറ്റത്തുള്ളൂ. എന്നെക്കാളും സന്തോഷം കുഞ്ഞല്ലേ കാണാൻ സുഖണ്ടില്ലേ? ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ അടിപൊളിയാണ്. ഇനി ഉറക്കമില്ലാത്ത ദിവസങ്ങളാ. ഇനി ഉറക്കമില്ല. നമുക്ക് നാളെ എവിടെ പോണം? നാളെ എനിക്ക് പഠിക്കാൻ പോകണമായിരുന്നു. മറ്റന്നാ വേണ്ട, ഞാൻ സ്കൂളിൽ പോയാ. രാവിലെ ജിമ്മിൽ കൊണ്ടാക്കണോ? നീ എഴുന്നേക്കോ? ഷോ ആണോ എന്റെ അടപ്പളം? റൂമിന് വെളിയിൽ പോയി ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ നമ്മളൊന്ന് വണ്ടി എടുക്കുമല്ലോ. നോർമലി എനിക്ക് കാറിനോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പണ്ടോട്ടേ കാറിനോട് വലിയ താല്പര്യമില്ല. എപ്പോഴും ബൈക്ക് തന്നെയാണ്. മഴയായാലും വെയിലായാലും ഏത് സമയം ബൈക്ക് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനൊരു കാറ് സ്വന്തമായിട്ടൊക്കെ വരാൻ നേരത്ത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഈ ഒരു വണ്ടി പോളോയാണ്, പെട്രോളാണ് വണ്ടി. കുറച്ചുകൂടെ ചോദിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. സിംഗിൾ ഓണർ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ മാത്രമേ ഞാൻ എടുത്തപ്പോൾ ഓടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം അത്രയ്ക്ക് നീറ്റ് വണ്ടി കിട്ടിയപ്പം വിട്ടില്ല. അപ്പോഴേ നോക്കി അകത്ത് ഇന്ത്യയിൽ വർക്കാണെങ്കിൽ എല്ലാം ഡാഷ്ബോർഡിൻ്റെ അവിടത്തേക്ക് ക്വാളിറ്റിയൊക്കെ ഉണ്ടല്ലോ. എല്ലാം പക്ക നീറ്റായിട്ടാണ് എല്ലാം ചെയ്തത്. കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടി തന്ന സമയത്ത് അതൊക്കെ എല്ലാം മാറി ഒരു പക്ക ക്ലീൻ ആക്കിയിട്ടാണ് വണ്ടി എനിക്ക് തന്നത് കേട്ടോ. എന്തായാലും പോളോ എടുത്ത് പണ്ടേ കുറച്ച് താല്പര്യം ഉള്ളായിരുന്നു കേട്ടോ. പോളോ GT-യുടെ കൂടെയാണ് എപ്പോഴും താല്പര്യം. പക്ഷേ GT പ്രൈസ് നമുക്ക് അത്രയ്ക്കും ഈ ഒരു പ്രൈസിൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് നോർമൽ പോളോ എടുത്താണ്. ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറ്റി ഏകദേശം നമ്മൾ GT-യുടെ ലുക്കിലോട്ട് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ആൻഡ്രോയിഡ് സ്റ്റീരിയോ എടുക്കാനായിട്ട് നമുക്ക് നമ്മളെ മോട്ടോപ്ലാറ്റ് നമ്മളെ യൂസഫ് പ്രോയുടെ ഷോപ്പിലോട്ട് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ നോക്കാം. അവിടെ എന്തൊക്കെ ഈ ഒരു കാറിൻ്റെ ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അങ്ങോട്ട് വിട്ടാലോ. മോട്ടോപ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വയ്ക്കാനായിട്ട് പോകണം. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് കാർപ്ലേയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. യൂസഫ് പ്രോ ആണ് നമുക്ക് സാധനം ഗിഫ്റ്റ് തന്നത് അല്ലേ? ഗിഫ്റ്റ് അല്ലേ? ഗിഫ്റ്റ് 50,000 രൂപ.
പല സ്പെക്ക് ഉണ്ട് ബ്രോ, സ്പെക്ക് അനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആയിട്ട് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ യൂസ് ചെയ്യാൻ പറ്റും. 9 ഇഞ്ച് സ്ക്രീനാണ്. പിന്നെ നോർമൽ ബേസ് മോഡൽ തൊട്ട് തന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, 2 USB പോർട്ട്, അങ്ങനെ എല്ലാം ഒരു ഫോൺ യൂസ് ചെയ്യുന്ന കണക്കിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലും ഒരുപാട് ഹൈ എൻഡ് സ്പെക്കുകൾ ഒത്തിരി സാധനമാണ്. 360 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടും റിയറും ക്യാമറ വരുന്ന മോഡൽസ് ഉണ്ട്. ഇല്ല, ചില മോഡൽസിൽ ക്യാമറ കമ്പനി തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതിനകത്ത് ക്യാമറ എക്സ്ട്രാ നമ്മൾ അടിക്കേണ്ടി വരും. കാര്യം പ്ലാറ്റിനം സീരീസ് ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഒരു ഒറിജിനൽ 2GB ആയിട്ട്. ബാക്കി 2GB ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫോമൻസ് കിട്ടത്തില്ല. കുറച്ച് ലാഗ് വരും. പക്ഷേ ലാഗ് എന്ന് പറഞ്ഞാൽ നോർമൽ യൂസിന് ലാഗ് വരത്തില്ല. പക്ഷേ ചില കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് എക്സ്ട്രാ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലാഗ് വരും. സിനിമ കണ്ടുപോലെ സിനിമ കണ്ടിട്ട് വണ്ടി ഓടിച്ച് പോകണം. ഇതിന് ഫ്രെയിം വേണം കേട്ടോ. ഇത് സ്റ്റീരിയോ മാത്രമാണ്. ഇതിനകത്തൊരു 9 ഇഞ്ച് ആൻഡ്രോയിഡ് ഫ്രെയിമും അതിൻ്റെ സോക്കറ്റ് വരും. അപ്പോൾ വണ്ടിയുടെ വയറിങ്ങും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വാറണ്ടി ഒന്നും പോകത്തില്ല. ഫുൾ കപ്ലർ ഫ്രെയിം വന്നിട്ട് പക്കാ സൂട്ടാണ്. ഇപ്പം നിലവിലത്തെ കണ്ടീഷൻ നോക്കിക്കോ. അതുപോലെ തന്നെ കമ്പനി ഫിറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഫേസ് ലിഫ്റ്റ് മോഡലിൻ്റെ ഹെഡ്ലൈറ്റ് വേണം, ഹെഡ്ലൈറ്റ് ആക്കാൻ പറ്റും. ഒരു UU ഡിസൈൻ തായ്വാൻ ഹെഡ്ലൈറ്റ് ഉണ്ട്. പിന്നെ ഓഡി സ്റ്റൈലുണ്ട്. പിന്നെ വേറൊരു മോഡൽ, ആ മോഡൽ കംപ്ലൈൻറ്റ് കൂടുതല, ഒരു പസാറ്റ് ഡിസൈൻ എന്ന് പറയും. പിന്നെ GTയുടെ ഗ്രില്ലുണ്ട്, ആർലൈൻ ഗ്രില്ലുണ്ട്. അങ്ങനെ ഗ്രില്ല് ഇവിടെ ഉണ്ട്. ഗ്രില്ല് എടുത്തോണ്ട് വന്നേ. കൺവെർഷൻ കിറ്റും ഉണ്ട്, പുറത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് ബോഡി കിറ്റും ഉണ്ട്. ഈ ബമ്പറൊക്കെ മാറും ഫുൾ, അതായത് ഫ്രണ്ട് ബമ്പർ, റിയർ ബമ്പർ, സൈഡ് സ്കേർട്ട് എല്ലാം സെറ്റ് ചെയ്യും. പുതിയൊരു മോഡലോട്ടോ GTയുടെ ബോഡി കിറ്റ് ഉണ്ട്. GTI ഒറിജിനൽ GTയുടെ ബോഡി കിറ്റ് ഉണ്ട്. WRCയുടെ ഉണ്ട്. അതുപോലെ തന്നെ ആർലൈൻ ഉണ്ട്. ഇതല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് പോളം നിർത്തിയപ്പോൾ ഒരു കൺവെർഷൻ കിറ്റ് വന്നല്ലോ. ആ ഒരു കൺവെർഷൻ കിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഇന്ത്യൻ മെയ്ഡാണ്. ആർലൈൻ ഫുൾ ആർലൈൻ. ഇവിടെ ആർലൈൻ്റെ ബാഡ്ജിയും കാര്യങ്ങളൊക്കെ വരും. GT വരുമ്പോൾ നമുക്ക് റെഡ് ലൈൻ താഴെ മാത്രം വരുന്നതുകൊണ്ട് ഡബിൾ റെഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ GTയുടെ ഫ്രണ്ട് ഗ്രില്ലാണ് കേട്ടോ, ഹണികോം ഡിസൈൻ വരുന്ന. അയ്യോ, അതിൻ്റെ അകത്ത് GTയുടെ ലോഗയും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ GTയുടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ സെറ്റ് ചെയ്യും എന്തായാലും സെറ്റ് ചെയ്യും. കുറച്ച് സമയം എടുക്കും. പണ്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി എടുത്തല്ലേ ഉള്ളൂ. വിഷയമായിരിക്കും അല്ലേ? വണ്ടി കാണിച്ചു കുറേ പ്ലാനിലുണ്ട് കാശ്. എല്ലാം കൂടെ ഒറ്റ സമയം നമുക്ക് നടക്കില്ല. കുറച്ചായിട്ട് ചെയ്യാം. അത് കാക്കത്തിട്ടോ പെയിൻറ്റിങ് നടന്നു. ഓക്കെ, വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതാ ബേക്കിൽ അവിടെ താറിന് ടയറൊക്കെ എടുത്ത് ഇട്ടേക്കാനായിട്ടാ. A to Z എല്ലാ കാര്യവും നമ്മളെ യൂസഫ് മോട്ടോർ പ്ലാറ്റിനെ സമീപിച്ചാൽ മതി. ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷോപ്പായിരിക്കും. എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷർട്ടെല്ലാം പഠിപ്പിച്ചു തരാണ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പം നമുക്ക് അപ്പം നമ്മൾ ഇത് ഇളക്കി എടുത്തിട്ട് ഇത് വയ്ക്കാൻ പോവുകയാണ്. ഷർട്ട് പറഞ്ഞത് നമുക്ക് ഈ സ്വിച്ചബിൾ ആയിട്ട് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അത് പണി വല്ലതും ആണോ? അല്ല, നമുക്ക് കറക്റ്റുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. യെസ്, ഇത്ര ഉള്ള സാധനം. അയ്യോ, ഇത് നമ്മളെ FM-ന്റെ കപ്പയാണ്. കമ്പനി സോക്കറ്റ്, അതിൽ നമ്മളിത് ആൻഡ്രോയിഡ് സോക്കറ്റ് ആഡ് ചെയ്യുന്നു. ഒരെണ്ണം എക്സ്ട്രാ അടക്കണം കണ്ടോ? അത് സ്പീക്കറിന്റെ കപ്ലർ ആണിത്. ഇത് അതിന്റെ പവർ ലൈൻസ് കണ്ടോ? ഓക്കെ ഓക്കെ, സെറ്റ് ഇനി നേരെ എടുത്ത് ആൻഡ്രോയിഡ് കണ്ടു. അപ്പൊ സെറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണല്ലേ? ഇത്രയുള്ള പരിപാടി കൊള്ളാം. FM-ന്റെ കപ്ലർ എടുക്കും. നമുക്ക് നമ്മളെ സ്റ്റീരിയോ ഒന്ന് അൺബോക്സ് ചെയ്യാതെ ഇങ്ങനെ ഇതിന്റെ ലുക്ക് നോക്കാം. ഒരു ടാബൊക്കെ അൺബോക്സ് ചെയ്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് പവർ സോക്കറ്റ്, സ്പീക്കറിന്റെ സോക്കറ്റാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ RC ഔട്ട് പിന്നിൻ്റെതാണ് വരുന്നത്. ഇത് USB ക്യാമറ, ഇത് FM-ന്റെ സ്ലോട്ട്. അപ്പോൾ സ്റ്റീരിയോയുടെ കൂടെ ഞാൻ റിവേഴ്സ് ക്യാമറ കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് വാങ്ങണം. ഇതിന് കൂടെ വരാത്തൊരു സംഭവമാണ് റിവേഴ്സ് ക്യാമറ. അതാ അതിൻ്റെ ബോക്സാണ് കേട്ടോ, റിവേഴ്സ് ക്യാമറയുടെ ബോക്സാണ്. ഓക്കെ, ഇതിൻ്റെ അത് വേറെ ഒന്നും വരുന്നില്ല. റിവേഴ്സ് ക്യാമറ അതിൻ്റെ കേബിൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. യെസ്, ആ ഓക്കെ. ചേട്ടനൊക്കെ വണ്ടിയാണ് അല്ല. ഓ പക്ക അല്ലേ, പെർഫെക്റ്റ് ഫിറ്റ് കേട്ടോ. ഓക്കെ, എല്ലാം ഇഞ്ചോട് ഇഞ്ച് പക്ക. എന്നുവെച്ചാൽ കമ്പനിയിൽ നിന്ന് തരുന്ന കണക്കത്തുള്ള സാധനം കേട്ടോ. ആഫ്റ്റർ മാർക്കറ്റ് സെറ്റ് ചെയ്ത് പറയത്തേ ഇല്ല.
പ്ലഗാ അത് അതിന് കൺവെർട്ടർ കിട്ടും, അത് വച്ചിട്ട് സെറ്റ് ചെയ്തതാ. ഇവിടെ താത്തോടാ ആ മതി അത്രയും ആ ഓക്കെ. അപ്പം റിവേഴ്സ് ക്യാമറ അപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുൾ സെറ്റ്. അപ്പം സംഭവം ഇതാ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനലാണ് കേട്ടോ നമ്മളെ ഈ ഒരു കാർപ്ലേയിൽ കാണുന്നത്. ടാബ് എടുത്ത് വണ്ടി സെറ്റ് ചെയ്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ, ഒരു പക്കാർ പ്രീമിയം ലുക്ക് ആയിട്ടുണ്ടല്ലേ. കാരണം ഈ ഒരു കാറിന് ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ, വേറെ പ്രത്യേകിച്ച് വണ്ടിയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതായത് നമ്മളൊരു മാല വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത്, പിന്നെ ഒരു ചാർജർ പോയിൻറ്റ് 3 ചാർജർ വരുന്ന 3 പിന്ന് വരുന്ന ഒരു കേബിളും അതിൻ്റെ അഡാപ്റ്ററും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയാണ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്തത്. ഇനിയും വർക്കുകളുണ്ട്. ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതൊക്കെ ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. എല്ലാത്തിനും ഒടുക്കത്തെ റേറ്റാണ്. എന്തായാലും നമുക്ക് പല എപ്പിസോഡിൽ ഇതിൻ്റെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ, വർക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ, ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ഇട്ടേക്ക്. എന്തായാലും പോളോ ഫാൻസ് ഒരുപാട് കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും വീഡിയോ വേണമായിരിക്കുമല്ലോ ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ. അപ്പം വേണമെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് വണ്ടിയുടെ അപ്ഡേഷനുമായിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ അടുത്ത എപ്പിസോഡിലാണ് കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.